ഈ വീഡിയോയുടെ കണ്ടന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് UK കോർട്ട് പ്രൊനൗൺസ് ചെയ്ത് വെർഡിക്റ്റാണ്. സംഭവം ഉണ്ടാകുന്ന 2023. മിഡിൽ ഈസ്റ്റ് UAE സ്വദേശിയാണ്. പേര് ഹംദാൻ അൽ ഷംസി. അവിടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആയിരുന്നു മിഡിൽ ഈസ്റ്റിൽ. അപ്പം ഇയാൾക്ക് കൊച്ചു പെൺകുട്ടികൾ, അതായത് 9, 10, 11, 12 വയസ്സുള്ള പെൺകുട്ടികളെ സോഷ്യൽ മീഡിയയിൽ കൂടെ വളയ്ക്കുക, എന്നിട്ട് അവരുമായിട്ട് ലൈംഗിക രീതിയിൽ, അസോൾട്ട് രീതിയിൽ പോവുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, സ്നാപ്ചാറ്റിൽ കൂടെയാണ് ഈ പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. 13 വയസ്സുള്ള UK കൊച്ചു പെൺകുട്ടി. 2023 ക്രിസ്തുമസ് വെക്കേഷൻ സമയത്താണ് ഇവർ തമ്മിൽ ചാറ്റുണ്ടാകുന്നത്, പരിചയം ഉണ്ടാകുന്നത്. പിന്നീട് ഈ ഹംദാൻ അൽ ഷംസി പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ട് വരുന്നു, UK ഈ പെൺകുട്ടിയെ കാണാൻ വരുന്നു. അവിടുന്ന് ഊബർ എടുക്കുന്നു, ഈ പെൺകുട്ടിയെ പിക്ക് ചെയ്യുന്നു. പിന്നെ സീ സൈഡിലുള്ള 4 സ്റ്റാർ ഹോട്ടലിൽ ഈ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നു, വീട്ടുകാരോട് പറയാതെ. ഈ പെൺകുട്ടിയോട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് 7ഓളം പെൺകുട്ടികളുമായിട്ട്, ഇതേപോലെ കൊച്ചു പെൺകുട്ടികളുമായിട്ട്, 9, 10, 11, 12 വയസ്സുള്ള പെൺകുട്ടികളുമായിട്ട് ഈ ഹംദാൻ അൽ ഷംസി ബന്ധം പുലർത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇതിനെപ്പറ്റി അന്വേഷിച്ചു. ഈ പെൺകുട്ടിയെ കാണാനില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ പോലീസിനോട് പറയുന്നു. പോലീസ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു, മറ്റുള്ള നെയ്ബർഹുഡ് പോലീസുമായിട്ട് പറയുന്നു. അവസാനം പെൺകുട്ടിയുടെ മൊബൈലും ആ സംഭവങ്ങളൊക്കെ ട്രേസ് ചെയ്ത് ഇയാളുമായിട്ടുള്ള ടെലിഫോണിക് വാട്സപ്പ് കോളും ഒക്കെ ട്രേസ് ചെയ്ത് അവസാനം ഹോട്ടലിലെത്തുന്നു. ഈ പെൺകുട്ടിയെ ആ ഹോട്ടൽ റൂമിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുന്നു. എന്നിട്ട് ആ സമയത്ത് ഈ ഹംദാൻ അൽ ഷംസി എന്ന് പറയുന്ന സ്പായിലായിരുന്നു. അവിടെ ലക്ഷോറിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഹോട്ടൽ മുറിയിൽ നിന്ന് പോലീസ് വോഡ്ക എടുത്തു, കോണ്ടം എടുത്തു. ഇതൊക്കെ ചാർജ് ഷീറ്റിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ടെലഗ്രാഫ് പത്രത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചില കാര്യങ്ങളൊന്നും ടെലഗ്രാഫ് പത്രം അതിനകത്ത് കോട്ട് ചെയ്യുന്നില്ല. പക്ഷെ അത് ഞാൻ അവിടെയുള്ള ലോക്കൽ ജേർണലിസ്റ്റുമായിട്ട് സംസാരിച്ചു. അതുകൊണ്ടാണ് ഇത്ര സമയമെടുത്ത് ഈ ഒരു വീഡിയോ ആക്കാൻ വേണ്ടി. മനസ്സിലാക്കേണ്ടത്, കോർട്ടിൽ അതിനെപ്പറ്റി ട്രയൽ നടന്ന് പെട്ടെന്ന് ഇവനെ അറസ്റ്റ് ചെയ്യുന്നു, കോർട്ടിൽ ഹാജരാക്കുന്നു. അപ്പോൾ ഇന്നാണ് അതിൻ്റെ വിധി വന്നത്. 6 വർഷത്തേക്ക് കഠിന തടവ്. അതായത് UK നിങ്ങൾക്ക് ഗ്രൂമിങ് കേസ് അറിയാം, ഗ്രൂമിങ് ക്യാൻ, അതേപോലൊരു കേസാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, ഈ പെൺകുട്ടി മുസ്ലിമാണ്. അപ്പൊ കോടതിയിൽ ഈ ഹംദാന്റെ ലോയർ, ഹംദാന് വേണ്ടി ഹാജരായ ലോയർ ക്ഷമ ചോദിച്ചിട്ട് ഈ ഹംദാന്റെ ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ വലിയ സംഭവം. 4 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാം ഇവനെ തള്ളി പറഞ്ഞു. കാരണം ഇവന്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഇവൻ ഹൈലി റിലീജിയസ് ആണ്, വലിയ മതത്തിൽ വിശ്വസിക്കുന്ന ആളും കൂടാണ്. ഇവൻ കോടതിയിൽ പറഞ്ഞത്, ഇത് മതവിശ്വാസത്തിൽ പറയുന്നുണ്ട് ഇതേ പ്രായത്തിലുള്ള പെൺകുട്ടികളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. ഇവിടെയാണ് സീരിയസ്. ഇവിടെയാണ് ഇത് കേൾക്കുന്ന മുസ്ലിം സഹോദരങ്ങളും മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ഈ സംഭവം പോയത്. ഇത് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ക്ലാസിക് കേസാണിത്. അതും 7 or 8 പെൺകുട്ടികളുമായിട്ട് പലയിടത്തും പല ഭാഗത്തും, അബുദാബിയിലാണെങ്കിലും പല എത്തിനിസിറ്റി കമ്മ്യൂണിറ്റിയിലുള്ളവരുമായിട്ട് ഒരേ സമയം. ഇപ്പോൾ ഇവന് ഈ ഹംദാൻ അൽ ഷംസിക്ക് ഏകദേശം 26 വയസ്സുണ്ട്. കാരണം 21 വയസ്സുള്ളപ്പോൾ സ്നാപ്ചാറ്റിൽ കൂടെ കബളിപ്പിച്ചു. ആ പെൺകുട്ടിയോട് പറഞ്ഞ് അവന് 16 വയസ്സേ ഉള്ളൂ. ആ പെൺകുട്ടിക്ക് ആ സമയത്ത് 13 വയസ്സ്. ഈ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യാൻ പോയി ഇതിന് ശേഷം. കാരണം അത്രയും മെന്റലി ട്രോമയായിപ്പോയി. പക്ഷെ പെൺകുട്ടിയുടെ പേരൻസ് ശക്തമായിട്ട് ഈ കേസ് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയി.
കാരണം അതിലാണ് കോർട്ടിന്റെ ജഡ്ജ്മെന്റിൽ പറയുന്നു, ഈ പോലീസിനെ അഭിനന്ദിക്കുന്നുണ്ട്, അതേപോലെ തന്നെ പെൺകുട്ടിയുടെ പേരൻസിനെ. പെൺകുട്ടിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, കാരണം ഫാദർ ഡൈവോഴ്സായിട്ട് പോയതാ. അപ്പൊ അമ്മ എന്ന് പറയുന്നവര് ഈ കേസുമായിട്ട് ശക്തമായിട്ട് മുന്നിൽ നിന്നു. കാരണം പെൺകുട്ടി ട്രോമ സ്റ്റേറ്റിലോട്ടങ്ങ് പോയി. പിന്നെ കൗൺസിലിങ്ങും പരിപാടിയും ഒക്കെ കൊടുത്ത് ആ പെൺകുട്ടിയെ നോർമലായിട്ട് ഈ കോടതിയിൽ വന്ന് നടന്ന സംഭവങ്ങൾ ഓരോന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എന്താണ് ഉണ്ടായത്. അതായത് നമ്മൾ ഈ പറയുന്ന ഗ്രൂമിങ് ഗ്യാങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഈ കേസ് എന്ന് പറയുന്ന ഹംദാൻ അൽ ഷംസിയുടെ കേസ്. മനസ്സിലാക്കൂ, ഒരു പെൺകുട്ടിയല്ല, 7, 8, 9, 10 വയസ്സുള്ള 7ഓളം പേര്. മറ്റുള്ളവരിത് പുറത്ത് പറയാത്തതിൻ്റെ കാര്യം കാരണം അവരുടെ പേരൻസ് ഒക്കെ അറിഞ്ഞ് നാണക്കേടായി. ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഈ UK ഗൾഫിലുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ടതാണ് ഞാൻ ഈ പറയുന്ന പോയിന്റ്. അതായത് ഇവരൊക്കെ വിശ്വസിക്കുന്നൊരു കൾട്ടുണ്ട്. ആ കൾട്ടിന്റെ ഭാഗമായിട്ട് ഈ കൊച്ചു പെൺകുട്ടികൾ, ഇത്രയും പ്രായമുള്ള അഡൽട്ട് ഈ സെക്ഷൽ അസോൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എത്ര ക്രൂരമായിരിക്കും ഇവരെന്നൊക്കെ. പക്ഷെ അവരത് കോർട്ടിൽ പറയുന്നത് അവരുടെ മതത്തിൽ പറയുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, UK കോർട്ടിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് തെറ്റില്ല. പക്ഷെ അവസാനം അവനത് ക്ഷമ ചോദിക്കുകയാണ്. അവൻ തെറ്റ് കാണിച്ചു, ഒരിക്കലും ചെയ്യേണ്ടാത്ത തെറ്റാണ് കാണിക്കും. അവൻ്റെ പേരൻസ് എല്ലാം അവനെ തള്ളി പറഞ്ഞു. അപ്പം കോർട്ട് പറഞ്ഞേക്കുന്ന 6 വർഷം കഴിയുമ്പോൾ അവനെ ഡീപ്പോർട്ട് ചെയ്തേക്കാൻ പറഞ്ഞു. അപ്പം ഞാനീ പറഞ്ഞു വരുന്നൊരു സംഭവമുണ്ട്. ഇത് കേൾക്കുന്ന മുസ്ലിം സഹോദരങ്ങളും മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇത് കാര്യമായ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ഈ ഹംദാൻ അൽ ഷംസി എന്ന് പറയുന്ന മദ്രസയെ പഠിച്ചതാണ്, ഹൈലി റിലീജിയസ് ആണ്. അപ്പൊ ഇങ്ങനൊരു സംഭവം ഇത് കൊച്ചുകുട്ടികളെ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ കൂടെ പരിചയപ്പെടുത്തി 7ഓളം കുട്ടികളെ ചെയ്യണം, ഇങ്ങനെ ക്രൂരമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും അവൻ മദ്യം കഴിച്ചവിടെ വോഡ്ക കഴിച്ചിട്ടിരിക്കുക, ഹൈലി റിലീജിയസ്. ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ഇടയ്ക്ക് പ്രാർത്ഥിക്കും, നമാസ് ചെയ്യും. അപ്പൊ ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നത്, ഇത് കേൾക്കുന്ന പലരും, കാരണം എനിക്ക് തോന്നുന്നില്ല ഈ റിപ്പോർട്ട് ടെലഗ്രാഫിൽ വന്ന റിപ്പോർട്ട് UAE മറ്റോ അറേബ്യൻ രാജ്യത്ത് വരുന്നത്. കാരണം അത്രമാത്രം അത് ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ വായിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി. പിന്നീട് ഞാൻ പല സോഴ്സിൽ കൂടാണ് പലതും അറിയുന്നത്, എന്താണ് സംഭവം, ഇഷ്യൂ, എന്താണ് കാരണം. അപ്പം വളരെയധികം കരുതിയിരിക്കുക. അപ്പം ഞാനീ പറയുന്നവരെ മാറ്റി നിർത്തുക എന്നല്ല, പക്ഷെ ബി കെയർഫുൾ. കാരണം ഇവരുടെ അങ്ങനെ ഒരു കൾട്ട് കയറി കിടക്കുകയാണ്. അപ്പൊ സൂക്ഷിച്ചില്ല എങ്കിൽ, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരന്മാരോടും സഹോദരിമാരോടും പറയുന്നത്, നിങ്ങളുടെ കുട്ടികളെ സൂക്ഷിക്കുക. കാരണം ഇതൊരു ക്ലാസിക് എക്സാമ്പിളാണ് മുമ്പിൽ വന്നിരിക്കുന്നത്. കാരണം കോർട്ടിന്റെ ട്രയൽ കഴിഞ്ഞ് അവനെ അക്യൂസ്ഡ് ആക്കി, അവൻ ക്ഷമ ചോദിച്ചു, അവൻ തെറ്റുപറ്റി എന്ന് പറഞ്ഞ് പ്ലീഡ് ചെയ്തു. പക്ഷെ കോർട്ട് അവനെ വെറുതെ വിട്ടില്ല. ഇതിനെന്തുവാണ് സൊല്യൂഷൻ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. കാരണം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവം. കാരണം മോഡേൺ യുഗത്തില് ഇത് മതപരമായിട്ട് ക്ലബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഇവിടൊക്കെയാണ് തെറ്റിയെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോണം. ഇത് ഡീപ്പായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം അത് പറയുന്ന തെറ്റാണ്. കാരണം ഞാൻ പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് പറയുന്നത്, ഒരു പേഴ്സണൽ ടോക്സ് ഒന്നുമല്ല. കാരണം ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇത് വായിക്കുന്നവർ തന്നെ ഞെട്ടിപ്പോവും. അത് സോഷ്യൽ മീഡിയ പോലും ആ റിപ്പോർട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അത് പെയ്ഡാണ്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് വായിക്കാൻ സാധിക്കും. പക്ഷെ വീണ്ടും ഞാൻ മനസ്സിലായി, ഇത് വളരെ കരുതിയിരിക്കേണ്ട സംഭവമാണ്. കാരണം ആ കോർട്ടിന്റെ റിപ്പോർട്ടും ജഡ്ജ്മെന്റും എല്ലാം വായിച്ചിട്ടും ഈ ഹംദാൻ അൽ ഷംസിയുടെ ലോയർ കോർട്ടിൽ ക്ഷമ ചോദിച്ചിട്ട് ആ കുടുംബത്തിന് വേണ്ടി ക്ഷമ ചോദിക്കുന്നു, ആ ഫാമിലിയോട് ക്ഷമ ചോദിക്കുന്നു. അയാളും അഡ്മിറ്റ് ചെയ്തു തെറ്റ് പറ്റിയിട്ടുണ്ട്. തെറ്റ് പറ്റിയത് എവിടെയാണ്? ആ തെറ്റാണ് റെക്ടിഫൈ ചെയ്യേണ്ടത്. 7 പെൺകുട്ടികളെ മതത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് എങ്കിൽ എവിടെയോ കാര്യമായ തെറ്റ് പറ്റിയിട്ടുണ്ട്.
അതാണ് ആദ്യം റെക്ടിഫൈ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, 1 രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. അപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടുകൂടെ പ്രതീക്ഷിക്കുന്നു.